ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ നമ്മുടെ വീക്കെൻഡിൻ്റെ നോക്കാം. ഓക്കെ, ഈ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് നോർമലി വീക്കെൻഡ് നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയമാണ്. എന്നാലും നോക്കാം നമുക്ക് ഈ വീക്കെൻഡിലേക്ക് നിങ്ങളുടെ എനർജി എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താ കാണുന്നത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സീ. സാധാ ടാരോ ഡെക്കൊന്നും നമുക്ക് ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഓക്കെ, ലവേഴ്സ് കാർഡാണ്. ഫോർ പെൻറ്റിക്കിൾസ്, ടു ഫോൺസ്, ഓക്കെ, ഹെറഫൻറ്റ്, സിക്സ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് wands, two of swords, four of swords, judgment, seven of swords, and ten of cups, six of cups. Okay, ലവേഴ്സ് എനർജി ഇപ്പം നമ്മൾ ജനറൽ റീഡിങ് നോക്കുന്നതുകൊണ്ട് ലവേഴ്സ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ എടുക്കണ്ട. നമുക്ക് ഒരു ചോയ്സ് എന്ന രീതി പറയാം. ഓക്കെ, ഒരു ചോയ്സ് എടുക്കുന്ന കാര്യമാണ്. നമ്മളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുടെ ഒരു ചോയ്സ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള ഒരു കാര്യം തീരുമാനം എടുക്കുന്ന പോലെയാണ്, ഒരു ഡിസിഷൻ എടുക്കുന്ന പോലെ. ഡിസിഷൻ എടുക്കാൻ നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ കാര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളൊരു ചോയ്സ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മടിച്ചു നിൽക്കുന്ന പോലെ പറയാം നമുക്ക്. ഓക്കെ, നിങ്ങളൊന്ന് മടിച്ചു നിൽക്കുകയാണ്, ഒന്ന് അകന്ന് നിൽക്കുകയാണ്. ആ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ എടുക്കാതെ നമ്മൾ ഡിലേ ചെയ്യാന്ന് പറയില്ലേ, അല്പം ഡിലേ ആക്കി വിടുകയാണ് എന്നാണ് തോന്നുന്നത് എനിക്ക്. ഓക്കെ, കാരണം നിങ്ങളിവിടെ എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഐ തിങ്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ട് വേണം ഈ ഒരു തീരുമാനം എടുക്കാൻ എന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. എന്തെങ്കിലും മെസ്സേജ് വരാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം, എന്തെങ്കിലും ദൂരത്തുനിന്ന് എന്തോ വരുന്ന പോലെ. ഓക്കെ, ദൂരത്തുനിന്ന് ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തി എന്ത് തന്നെയായാലും ശരി, അങ്ങനെ ഒരു വരാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ആയിരിക്കും. ജോലിയുടെ ഓഫർ ആയിരിക്കാം. ഓക്കെ, പഠിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിരിക്കാം, എന്തെങ്കിലും ഇൻഫർമേഷൻ വരാനായിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ ഹൈറോഫൻ്റ് ആണ്. സോ ബ്ലെസ്സിങ് എന്ന രീതിക്ക് അഗെയിൻ എനിക്കിവിടെ തോന്നുന്നു ഹയർ അതോറിറ്റീസിൻ്റെ ഒരു ബ്ലെസ്സിങ്. അപ്പോൾ മേ ബി വിസ വരാൻ കാത്തിരിക്കുക ചിലവർക്ക്. ഓക്കെ, അല്ലെങ്കിൽ ചിലവർക്ക് ജസ്റ്റ് നമ്മൾ കോളേജിൻ്റെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്രൂവൽ വരാൻ, ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരാൻ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു സൂപ്പർവൈസറിൻ്റെ ഒരു സീനിയർ അതോറിറ്റീസിൻ്റെ ഒരു അപ്രൂവൽ വരാൻ പോലെ വെയിറ്റ് ചെയ്യുന്ന പോലെ. ആൻഡ് സിക്സ് ഓഫ് സോർഡ്സും ഉണ്ട് ഇവിടെ. സോ മേ ബി ട്രാവലിൻ്റെ കാര്യത്തിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, ചിലവർ ഒരു യാത്ര പോകാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞ വിസ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് യാത്ര വേണ്ടി വരാം എന്നും പറയാം. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നമ്മൾ സിക്സ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മളൊരു സമാധാനം, പീസ്. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നിരിക്കുന്ന ഒരു അപ്രൂവൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്കിൻ്റെ അപ്രൂവൽ ആയിരിക്കാം. ഓക്കെ, അതിനിപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ നടക്കില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. മൺഡേ ആവണം ഇനിയിപ്പോൾ കാര്യങ്ങൾ അറിയാൻ എന്നായിരിക്കാം. സാറ്റർഡേയും ചിലവർക്ക് നടക്കും. എന്നാലും ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് ഒരു അപ്രൂവൽ, ലോണിൻ്റെ അപ്രൂവൽ, അങ്ങനെ എന്ത് തന്നെ ആവട്ടോ. ഓക്കെ, എന്താണെങ്കിലും ശരി, നിങ്ങൾക്കൊരു പീസ് ആയിട്ട് ആക്ച്വലി ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ സമാധാനം കിട്ടുന്നില്ല. കാരണം അതൊന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി ചില തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത്, അതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കി നിങ്ങളുടെ തീരുമാനം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ച് വെയിറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലോണ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് ചെയ്യാൻ വേണ്ടി ലോൺ അപ്ലൈ ചെയ്തായിരിക്കാം, പഠിക്കാൻ വേണ്ടി ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ അഗെയിൻ ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബിൻ്റെ പുതിയ സ്റ്റാർട്ട്. ഓക്കെ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്തിനെങ്കിലും. പക്ഷേ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒരു തീരുമാനം എടുക്കണതിൽ നിന്ന് നിങ്ങളൊന്ന് ബാക്കായിട്ട് നിൽക്കുകയാണ്. തീരുമാനം എടുക്കുന്നില്ല, ഇപ്പോൾ ആക്ഷൻ എടുക്കണം ശരിക്കും, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം തന്നെ വേണ്ട തീരുമാനം, കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന രീതിക്ക് നിങ്ങൾ നിൽക്കുകയാണ്. കാരണം അത് കിട്ടിയിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണം വേറൊരു കാര്യം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ്. ആൻഡ് ഫോർ ഓഫ് സോർട്സ്, നിങ്ങളിപ്പോൾ ഈ വീക്കെൻഡ് ഇപ്പോൾ എനിക്ക് കാണുന്നത് റെസ്റ്റിംഗ് പീരീഡ് ആണ്. ഓക്കെ, സമാധാനമായിട്ട് നിങ്ങൾ ചിലപ്പോൾ സമാധാനമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് നിവർത്തിയില്ല, 2 ദിവസം കഴിയട്ടെ, തിങ്കളാഴ്ച ആയിട്ട് ഇനിയിപ്പോൾ ആലോചിക്കാം എന്ന രീതിക്കായിരിക്കും.
ഓക്കെ, ഇവിടെ 4 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ റെസ്റ്റിംഗ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ചിലവർക്ക് ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളോട് റെസ്റ്റ് എടുക്കാനുള്ള അഡ്വൈസ് ആണ്. ഓക്കെ, ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഓക്കെ നിങ്ങൾ ചിന്തിക്കാതെ തൽക്കാലം ഒന്ന് വിട്ടുകൊടുത്തേക്കുക. ഓക്കെ, ഒന്ന് നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബാക്ക് നല്ലതാണ് എപ്പോഴും. ഒന്നല്പം നമ്മൾ മാറി നിന്ന് കാര്യങ്ങൾ തൽക്കാലം ഒന്ന് വിട്ടു വയ്ക്കുക. ഓക്കെ, ഒന്ന് തനിയെ ശരിയാവട്ടെ എല്ലാം എന്ന് പറഞ്ഞ പോലെ ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ജഡ്ജ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരുമെന്ന് പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ന്യായം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തൊരു കാര്യവും നിങ്ങൾക്ക് ന്യായമായതാണെങ്കിൽ, നിങ്ങൾക്ക് അർഹിക്കുന്നതാണെങ്കിൽ, മീൻസ് നിങ്ങൾക്കുള്ളതാണെങ്കിൽ എന്ന് പറയാം ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഐ തിങ്ക് യൂണിവേഴ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ. ഓക്കെ, ആൻഡ് നിങ്ങളത് വിട്ടുകൊടുക്കുക, നിങ്ങളത് സറണ്ടർ ചെയ്തേക്കുക. ഓക്കെ, തൽക്കാലം അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാതെ ഇത് ഏത് കാര്യത്തിലും എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യവും നമുക്ക് എടുക്കാം. അതായത് നിങ്ങളൊരു പേഴ്സൺ വേണോ വേണ്ടേ, ഒരു പേഴ്സൺ വേണോ അതോ വേറെ പേഴ്സൺ വേണോ, അല്ലെങ്കിൽ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകണോ, എന്തു തന്നെ തീരുമാനങ്ങളായാലും ഓക്കെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാണ്ട്, പക്ഷെ തൽക്കാലം ഇപ്പം അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണ്ട. വരും, നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പം സമയം ഐ തിങ്ക് ഈ ഒരു വീക്കെൻഡ് എന്തായാലും നിങ്ങൾ തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു കാര്യം അറിയാനുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ ഓക്കെ മാരേജ് വേണോ എന്ന രീതിക്ക്, റിലേഷൻഷിപ്പിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവണോ, അതോ ഞാൻ ജോലിക്ക് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തത് വന്നാൽ സ്ഥലം മാറ്റം ഉണ്ടാവും, ഞാൻ വേറെ എവിടെയെങ്കിലും പോകണം, അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് മതി ഈ കാര്യം എന്നുള്ള ചിന്തയാണോ? ഓക്കെ, അങ്ങനെ ഞാൻ ജസ്റ്റ് സിനാരിയോസ് പറയാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ അല്ല, അപ്പോൾ നാട്ടിൽ നിൽക്കുന്നുണ്ട്, നാട്ടിലൊരു ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അബ്രോഡ് പോകാനാണ് താല്പര്യം. അപ്പോൾ അവിടുത്തെ ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വരാൻ വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കെ, ഏതാ വേണ്ടെന്നുള്ള ചോയ്സ് അഗൈൻ വേറെ എന്താ പറയുക, പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ ജോലി ചെയ്യണോ അതോ പഠിക്കണോ എന്നുള്ളൊരു ചോയ്സ്. അപ്പോഴും നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം വരട്ടെ. ഓക്കെ, തൽക്കാലം നിങ്ങളതിന് ഒരു ബ്രേക്ക് കൊടുത്ത് നിങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് കൊണ്ടുവരട്ടെ. ഓക്കെ, ആൻഡ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ലേശം, അതിനെക്കുറിച്ച് വറി ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി വെച്ച് ഫാമിലിയോടെ കൂടെ സന്തോഷമായിട്ട് ഒക്കെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട്. യെസ്, ആക്ച്വലി നിങ്ങൾക്കൊരു മനസ്സിലൊരു ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. ഒരു സക്സസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഓക്കെ നിങ്ങൾ എല്ലാം മാറ്റി വെച്ച് ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിൽ ഈ ഒരു വീക്കെൻഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം, അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞ പോലെ വേറെ ഏത് സിനാരിയോ ആയാലും ശരി, അതിൻ്റെ ഈ തൽക്കാലം ഈ വീക്കെൻഡിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, പക്ഷെ എനിക്കിതിങ്ങനെ നീറ്റാക്കി എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മാറ്റാം. ഓക്കെ, ലെറ്റ്സ് സീ ഗൈഡൻസ് മെസ്സേജ് കൂടി നമുക്ക് നോക്കാം. എന്താ യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾക്ക് ഈ വീക്കെൻഡിലേക്ക് നിങ്ങൾക്കൊന്ന് സമാധാനപ്പെടാൻ യൂണിവേഴ്സ് എന്താണ് ഗൈഡൻസ് തരുന്നത്? ട്രസ്റ്റ് ആൻഡ് ത്രൈവ്. ഓക്കെ, ടേക്ക് ടൈം ടു റിഫ്ലക്ട്. സൺ, എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. See from a higher perspective. Unlock the magic within. ഓക്കെ, ഇൻറ്റൻറ്റ് ആൻഡ് ക്രിയേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ കൊണ്ട്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ടാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അത് വേറൊരു ഭാഗം. പക്ഷെ അതല്ലാതെ ഇവിടെ നമുക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ, അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് അതിനെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് ട്രസ്റ്റ് ആൻഡ് ത്രൈവ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സറണ്ടർ ചെയ്ത് വിടുക യൂണിവേഴ്സിന്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കി ഇരിക്കുക. മുന്നോട്ട് എന്താവും എന്നുള്ളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ് നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ ടേക്ക് ടൈം ടു റിഫ്ലക്ട്. നമ്മൾ 4 ഓഫ് സോർട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അല്പം റെസ്റ്റ് എടുക്കുക. നിങ്ങൾ റെസ്റ്റ് ആൻഡ് റിലാക്സ് ചെയ്യുക. ഓക്കെ, കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ, ബട്ട് ഒരുപാട് ഓവർ സ്ട്രെസ് ചെയ്യേണ്ട. ഓക്കെ, ആലോചിച്ച് എല്ലാം മനസ്സിലാക്കാനുള്ള സമയം എടുക്കുക. ഓക്കെ, ഒന്ന് ബാക്കായിട്ട് ഒന്ന് പുറകോട്ട് നിന്ന് കാര്യങ്ങളെ ഒന്ന് നോക്കി മനസ്സിലാക്കി സമാധാനമായിട്ടിരിക്കുക അപ്പോൾ തൽക്കാലം. ഓക്കെ, സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് എന്നുണ്ട്. സോ നിങ്ങൾ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദറ്റ്
സിറ്റുവേഷനെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്ന രീതിക്കാണ് പറയുക. ഓക്കെ, അതായത് നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ചില ക്ലാരിറ്റി കിട്ടില്ല. ഓക്കെ, ഒന്ന് പുറകോട്ട് മാറി നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് ബിഗർ പിക്ചർ കാണുള്ളൂ എന്ന് പറയും അല്ലേ. അതായത് നമ്മളൊന്ന് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് അൺലോക്ക് ദ മാജിക് വിത്തിൻ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മൈൻഡ് കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ആലോചിക്കരുത്. ഓക്കെ ഓക്കെ, അൺലോക്ക് യുവർ മാജിക് വിത്തിൻ. അതായത് നിങ്ങളുടെ കയ്യിൽ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ കഴിവുകളുണ്ട് എന്തും നേടിയെടുക്കാനുള്ളത്. ഓക്കെ, സോ നിങ്ങളത് യൂസ് ചെയ്യുക മാക്സിമം. ഓക്കെ, അത് ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ആക്ച്വലി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കഴിവുകളും നിങ്ങളുടെ യൂസ് ചെയ്യുക എന്നും കൂടിയാണ്. ഓക്കെ, ആൻഡ് സൺ കാർഡ് ഉണ്ട്, എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. അത് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരും. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും ജോലി കരിയർ അങ്ങനെ വെയിറ്റിംഗ് ആണെങ്കിലും പഠിക്കാനായാലും എന്തിനൊക്കെ ആയാലും, ഈവൻ ഹെൽത്തിൻ്റെ കാര്യങ്ങൾക്ക്. ഓക്കെ, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. ഓക്കെ, അതിന് വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവാം. ചിലപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഹെൽത്തിന് കുറച്ച് ആവശ്യമായിരിക്കും. അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഇവിടെ എനിക്ക് തോന്നിയാൽ ഞാൻ പറയുന്നു. ഓക്കെ, എന്നാലും ശരി, വീക്കെൻഡിൽ ഐ തിങ്ക് നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്യാതെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. യെസ്, പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് ഈ വീക്കെൻഡിൽ ലേശം അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് റിലാക്സ് ചെയ്യാം. ഓക്കെ, എന്ത് തന്നെ കാര്യങ്ങളായാലും ഒരു 2 ദിവസം ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ഒന്നും നെഗറ്റീവ് അധികം ആലോചിച്ച് കൂട്ടണ്ട. അത് വരുമോ വരില്ലേ, നടക്കുമോ നടക്കില്ലേ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് നിങ്ങൾ ആലോചിച്ച് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകരുത്. അതാണ് പറയുന്നത്. നിങ്ങളോട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇപ്പോൾ ഈ 2 ദിവസം നിങ്ങൾ ഗ്യാപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അതാണ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ ശാന്തമായിരുന്ന് സമയമെടുത്ത് ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ നിങ്ങൾ വെക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മൺഡേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അപ്രൂവൽ വരുന്നു, അല്ലെങ്കിൽ പൈസ വരുന്നു, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എന്താണോ വേണ്ടത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു എന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് കൊണ്ട് ഒരു തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചിന്തിക്കേണ്ട. ഓക്കെ, എല്ലാം മാറി യൂണിവേഴ്സായിട്ട് എനിക്ക് തന്നോളും. ജഡ്ജ്മെന്റ് കാർഡ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് എല്ലാം കയ്യിൽ കൊണ്ടുവന്ന് തരുന്നു എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. താങ്ക് യു ഗോഡ് ആദ്യമേ പറയാം, കിട്ടുന്നതിന് മുമ്പേ പറയാം നിങ്ങൾ നന്ദി ദൈവമേ, എനിക്ക് തന്നതിന് വളരെ നന്ദി, വളരെ നന്ദി എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ ഈ 2 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതാണ്. ഓക്കെ, സോ എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.